ഞാൻ ഇന്ന് കപ്പ വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാം. കപ്പ വെച്ച് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി, കപ്പ വെച്ച് ബിരിയാണി ഉണ്ടാക്കി തന്നു. ഇനി ഈ ഓലക്കാലും കപ്പയായിട്ട് തന്നെ നിൽക്കുന്നതല്ലേ, ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ പലഹാരം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, എന്നെ ഫോളോ ചെയ്യുക, എന്നിട്ട് ഞാൻ പറയാം ബാക്കി വിവരം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ എടുത്ത് കപ്പ പൊളിച്ച് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഞാൻ ഇതുപോലെ ഇതിനകത്ത് വെച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഈ കപ്പ നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് കറക്കി എടുക്കണം. നമുക്ക് എത്രയും കപ്പയുടെ ആവശ്യമില്ല, ഇതൊക്കെ ഞാൻ തന്നെ അല്ലേ ടേസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് മതിയല്ലോ. അപ്പോൾ മനസ്സിലായോ ഏറെക്കുറെ വിവരങ്ങൾ? ഞാനിന്ന് ഓലക്കകത്താണ് ഉണ്ടാക്കുന്നത്. ഞാനിതൊന്ന് കറക്കി എടുക്കട്ടെ. ഇനി ഈ കപ്പ മിക്സിക്കകത്തിട്ട് കറക്കിയത് ഇത് ഈ പ്ലേറ്റിലെടുത്ത് ഇത് ഞാനിങ്ങനെ പിഴിഞ്ഞിടുവാണേ. ഇതിൻ്റെ ആ പശ കുറച്ചൊന്ന് കളയണം. പിഴിഞ്ഞിങ്ങോട്ട് ഇടുക. നല്ലതായിട്ട് പിഴിഞ്ഞ് എൻ്റെ പശ കളയണം. നമുക്ക് പശ ആവശ്യമില്ല. ആ കപ്പ നമ്മൾ പിഴിഞ്ഞ് എൻ്റെ പശ കളഞ്ഞ് വെച്ചേ. അതിനകത്തൊരു ശകല ഉപ്പിടുന്നുണ്ടേ. ഇട്ടിട്ട് അതിന് ഇച്ചിരി തേങ്ങയും കിട്ടും. നമ്മൾ എന്തേലും സാധനം എടുക്കുന്ന ആളിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്ക് അതിൻ്റെ പച്ചക്കറി എടുക്കാം. ഇപ്പോൾ ശർക്കര എടുത്തു, ശർക്കരയും കൂടി ഇട്ടു. ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഒരു ശകലം വെള്ളമയം വേണ്ടി വരത്തില്ല. നമുക്ക് ശകലം ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഒരു ശകലം ജീരകം ഇട്ടു. ഏലക്ക ഇഷ്ടമുണ്ടെങ്കിൽ ഏലക്കയുടെ ചുവ ഇഷ്ടമാണെങ്കിൽ ഇടാം. ഇനിയിപ്പോൾ ഈ കപ്പയും ശർക്കരയും തേങ്ങയും ജീരകവും ഉപ്പും എല്ലാം കൂടെ ഒന്ന് തിരുമ്മി. അപ്പോൾ ഒരു ശകലം അതിൻ്റെ മുറുക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ഇടാം. ടേബിൾ സ്പൂണിന് 1 സ്പൂൺ ഗോതമ്പ് പൊടി. ഇതെല്ലാം കൂടി ഇനി ഇളക്കാം. നമ്മളിപ്പോൾ കപ്പ 2 എണ്ണം എടുത്തു, അപ്പോൾ മാവ് കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വേണേൽ കുഴിക്കാം. ഇപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇത് ആവശ്യത്തിനുള്ള തന്നെ മതി. ഒരു വെറൈറ്റി പലഹാരമാണ് ഇത്. ആർക്ക് വേണേലും പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. 4 മണിക്കൊക്കെ പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മച്ചിയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് വെച്ച് കഴിച്ചതാണ്. അന്നൊക്കെ കപ്പയോ ഉള്ളല്ലോ ആഹാരം, ചോറൊക്കെ കുറവാണല്ലോ. കപ്പ തന്നെയാണ് 3 നേരവും കഴിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം കപ്പ വെച്ചിട്ടുള്ള വിവിധ രീതിയിലുള്ള കപ്പ പുട്ടുണ്ടാക്കി തിന്നിട്ടുണ്ട്. അങ്ങനെ പല 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 പലഹാരങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി തിന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇത് വെച്ചുണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ തെങ്ങിൻ്റെ ഓലയുണ്ടോ, ഇത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ തെങ്ങിൻ്റെ ഓല ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുക. അത്ര മതി നമുക്ക് ആവശ്യം. ഇതിനകത്തോട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക. ഈ ഓലക്കകത്ത് കൊള്ളുന്നത് പോലെ ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ഈ അറ്റം ഇങ്ങോട്ട് മടക്കുക. മടക്കി കഴിയുമ്പോൾ ഇങ്ങനെ പൈപ്പ് പോലെ ഇരിക്കും. നമ്മൾ ഒരു ഓലയുടെ കഷ്ണം വെച്ചിട്ട് ഇതിൻ്റെ ഈ തുമ്പൊന്ന് കെട്ടിക്കൊടുക്കും. തുമ്പ് കെട്ടിക്കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പരന്നു പോകരുത്. പരന്നു പോകാതെ വേണം കെട്ടാൻ. അതായത് പൈപ്പ് പോലെ ഇരിക്കണം എടുത്തു കഴിയുമ്പോൾ. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ഇരിക്കുക. ഇനി ഇത് അപ്പച്ചമ്പിൻ്റെ തട്ടിലോട്ട് വെക്കുക. ഇനി ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് കാണിക്കാം. കാണിച്ചിട്ട് വെച്ച് നമ്മുടെ ഓലയപ്പം റെഡിയായിട്ട് നോക്കാം. നമ്മുടെ ഓലയപ്പം റെഡിയായി ഉണ്ടോ? ആരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ ഓലയപ്പം? പിള്ളേരൊക്കെ വൈകിട്ട് സ്കൂളിൽ വിട്ട് വരുമ്പോഴേ
കപ്പ അങ്ങോട്ട് പുഴുങ്ങി കൊടുക്കുമ്പോൾ അവർക്കത് തിന്നാൻ മടിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ തിന്നോളും കപ്പയൊക്കെ. കപ്പ നമ്മുടെ ദേശീയ ആഹാരമല്ലേ, ഒക്കെ ഇങ്ങനെയൊക്കെ തീറ്റിക്കണം. നല്ല ആഹാരമല്ലേ, പഴയ ആഹാരം. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ പുതിയ പേജ് ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂടെ നിൽക്കണം.